പീരുമേട് ടീ കമ്പനിയിലെ തേയിലച്ചെടികൾ കാടുകയറി നശിക്കുന്നു. തോട്ടം പൂട്ടിയതോടെ യൂണിയനുകൾ തൊഴിലാളികൾക്ക് ഉപജീവനത്തിനായി വീതിച്ചു നൽകിയ ചെടികളാണ് കാടുകയറി നാശം നേരിടുന്നത്. 70% തൊഴിലാളികളും തേയില ഉപേക്ഷിച്ച് പുറം പണിയെടുത്താണ് ജീവിക്കുന്നത്. കൊളുന്തിന്റെ വിലക്കുറവും ഇടനിലക്കാരുടെ ചൂഷണവുമാണ് തൊഴിലാളികൾ തേയില പരിപാലനം ഉപേക്ഷിക്കാൻ കാരണം. 2000-ലാണ് ഉടമ പീരുമേട് ടീ കമ്പനി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. ഇതോടെ പട്ടിണിയിലായ തൊഴിലാളികൾക്ക് യൂണിയൻ നേതാക്കൾ ചേർന്ന് തേയില ചെടികൾ വീതിച്ചു നൽകി. ആദ്യമൊക്കെ തൊഴിലാളികൾ ആവേശത്തോടെ ചെടികൾ പരിപാലിച്ച് കൊളുന്തെടുത്ത് വിൽപ്പന നടത്തി ജീവിച്ചു പോന്നു. വർഷങ്ങൾ പലതു കഴിഞ്ഞപ്പോൾ തോട്ടം ഇനി തുറക്കില്ലെന്ന് തൊഴിലാളികൾക്ക് ഉറപ്പായി. മാത്രമല്ല, ഇടനിലക്കാരുടെ ചൂഷണം കൊളുന്തിന്റെ വില ഇടിക്കുകയും ചെയ്തു. പണിയെടുത്താൽ നിത്യവൃത്തിക്ക് തികയില്ലെന്ന അവസ്ഥ വന്നതോടെ തൊഴിലാളികൾ പുറംപണിക്ക് പോയി. ഒഴിവു സമയം മാത്രമായി തേയില പരിപാലനം. പിന്നീട് പല തൊഴിലാളികളും തേയില പരിപാലനം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഇപ്പോൾ 30% തൊഴിലാളികൾ മാത്രമാണ് തേയിലയെ പരിപാലിക്കുന്നത്. ഇതിനിടെ ഉപജീവനത്തിന് ലഭിച്ച പ്ലോട്ടുകൾ വിറ്റ് സ്ഥലം വിട്ട ബിരുദന്മാരുമുണ്ട്. പറയുകയാണെങ്കിൽ 30% ഫീൽഡ് മാത്രമേ തൊഴിലാളികൾ നോക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ചുമ്മാ വനം പിടിച്ച് കിടക്കുക. പിന്നെ ഏത് നിമിഷവും ഇവിടെ പുലിയും ആനയൊക്കെ വരാം. അതുപോലെ ഇപ്പം ഞാൻ വേറെ ഒന്നും വേണ്ടത്, ഈ തൊട്ട് അപ്പുറത്തെ ഫീൽഡ് നമ്മുടെ ഇനി തൊട്ടടുത്ത ഫീൽഡില്ലാത്ത രണ്ടാനെന്ന് അറിയില്ല. ഒരു മേളിൽ നിന്നാൽ പോലും അറിയില്ല. തേയില ചെടികൾക്ക് മുകളിൽ വലിയ രീതിയിൽ കാട്ടുചെടികൾ വളർന്നു വനമായി മാറി. ഇതിനുള്ളിൽ ഇപ്പോൾ പന്നിയും പുലിയും മറ്റു വന്യമൃഗങ്ങളും താവള ഉറപ്പിക്കുകയും ചെയ്തു. തോട്ടത്തിലെ ചില ഭാഗങ്ങൾ കണ്ടാൽ ഏതോ വലിയ വനപ്രദേശമാണെന്നേ തോന്നുന്നു. തേയില ചെടികൾക്കുള്ളിൽ വന്യമൃഗങ്ങൾ പെറ്റുപെരുകുന്നത് സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. തോട്ടം സർക്കാർ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഇത് ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായി മാറും. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.